നല്ല വളക്കൂറുള്ള ഫലപുഷ്ടിയുള്ള മണ്ണിൽ നിന്ന് മാത്രമേ നല്ല സസ്യങ്ങൾ ജനിക്കുകയുള്ളൂവെന്ന് പറയുന്നത് പോലെ മോശം വളക്കൂറല്ലാത്ത പരുപരുത്ത മണ്ണിൽ നിന്നോ മോശം സസ്യങ്ങൾ മാത്രമേ ജനിക്കുകയുള്ളൂവെന്ന് പറയുന്നത് പോലെ നല്ല ഉമ്മയാണെങ്കിലേ നല്ല ബാപ്പയാണെങ്കിലേ അല്ലാഹു പടച്ച തമ്പുരാൻ നല്ല മക്കളെ കൊടുക്കുകയുള്ളൂ. ഖുർആൻ പറഞ്ഞതാണ് നല്ല മണ്ണിൽ നിന്ന് നല്ല ചെടികൾ ഉണ്ടാകും. പക്ഷെ മോശം മണ്ണാണ്, മരുഭൂമിയാണ്, ചെടി നട്ടാലും മുളക്കൂല. അത്തരത്തിലുള്ള മണ്ണിൽ നിന്ന് മോശം ചെടികൾ മാത്രമേ ജനിക്കുകയുള്ളൂവെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം, നല്ല ഉമ്മയും ബാപ്പയുമാണെങ്കിൽ നല്ല ചെടികൾ ഉണ്ടാകും, നല്ല മക്കളുണ്ടാകും. ഇനി ഒന്നും നട്ടാ മുളക്കുന്നില്ല, ഉമ്മയും ബാപ്പയും അത്തരത്തിലുള്ള ഉമ്മയും ബാപ്പയുമാണ്. എന്നാൽ അതിൽ നിന്നും ജനിക്കുന്ന മക്കളാകുന്ന പുഷ്പങ്ങൾ, ചെടികൾ അതും അത്തരത്തിൽ ഒന്നിനും കൊള്ളാത്ത പരുപരുത്ത സസ്യങ്ങളായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളെ നന്നാക്കാൻ തുടങ്ങുമ്പോ ആദ്യം എവിടെ വെച്ച് തുടങ്ങണം? ഭാര്യ ഭർത്താവ് വിവാഹപ്രായത്തിന്റെ സമയം തുടങ്ങണം. എന്നിട്ട് നല്ല ഉമ്മയായി അവരുടെ ബന്ധത്തിലൂടെ അവർക്കൊരു കുട്ടി ഉണ്ടാവുകയാണ്. കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാര്യ ഗർഭിണിയാകുന്നു. ഗർഭിണിയായുള്ള അവസ്ഥ എന്താ? ഒരു പണി കൊടുക്കൂല. എനിക്ക് വജ്ജ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, തിന്നാൻ മാത്രം കഴിയും പ്രിയപ്പെട്ട സഹോദരിമാർക്ക്. കാരണം എന്താ? വയറ്റിനകത്തൊരു കുട്ടിയുണ്ട്. നിവർന്ന് നിൽക്കാൻ പറ്റൂല, കുനിയാൻ പറ്റൂല, തുടക്കാൻ പറ്റൂല, അടിക്കാൻ പറ്റൂല, എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്, നാലാം മാസം മുതൽ നമ്മുടെ വയറിനകത്ത് കിടക്കുന്ന കുട്ടിക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു ശേഷി 4-ാം മാസം മുതൽ അള്ളാഹു കൊടുക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രം പോലും അത് അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വെറുതെ ഇരിക്കലല്ല. ആ സമയത്ത് ഗർഭിണിയാകുന്ന സമയത്ത് നല്ലതുപോലെ ഖുർആൻ ഓതണം, നല്ലതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വീട്ടിൽ ഒരു ചെറിയ കൊച്ചു കുട്ടിയുണ്ട്. ഉപ്പാപ്പ എടുത്താൽ ചിലപ്പോ കുട്ടി കരയും, പെങ്ങളെടുത്താൽ കുട്ടി കരയും, ബാപ്പ എടുത്താൽ കുട്ടി കരയും. പക്ഷെ ഉമ്മ എടുത്തിട്ട് കുട്ടിയെ നമ്മുടെ മാറോട് ചേർത്ത് 2 തട്ടിങ്ങനെ കൊടുക്കുമ്പോ കുട്ടി കരച്ചിൽ നിർത്തും. അതിന്റെ കാരണം എന്താണ്? നമ്മളെല്ലാവരും എടുത്താലും കുട്ടി കരച്ചിൽ നിർത്തൂല. ഉമ്മ എടുത്തിട്ട് മാറിടത്തിൽ വെച്ചാൽ 2 തട്ട് കൊടുത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്താൽ ആ കൊച്ചു മകൾ അവിടുന്ന് കരച്ചിൽ നിർത്തും. എന്തേ അതിന് കാരണം? 10 മാസക്കാലം ഉമ്മാന്റെ വയറിനകത്ത് കിടന്ന ചൂട് ഈ കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ശാസ്ത്രം പറയാൻ. അതുകൊണ്ട് ഉമ്മ എടുക്കുമ്പോ 10 മാസം കിടന്നതിന്റെ ചൂട് ഇവിടെ നിന്ന് അനുഭവപ്പെടും. ആ ഉമ്മയാണ് എന്നെ എടുത്തിരിക്കുന്നത് എന്ന് കുട്ടിക്ക് മനസ്സിലാകും. അപ്പൊ കുട്ടി കരച്ചിൽ നിർത്തുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ആ ഉമ്മയുമായിട്ട് നല്ല ബന്ധമാണ് മക്കൾക്കുണ്ടാകുന്നത്. ഏതായാലും ഇരിക്കട്ടെ, ഗർഭിണികളായ സമയത്ത് 4-ാം മാസം മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾ അറിയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ മൊബൈൽ നോക്കിയിരുന്നാൽ, നമ്മൾ എന്തെങ്കിലും പണ്ട് ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് 2 വിഭാഗം ഉമ്മമാര് പോയൊരു സംഭവമുണ്ട്. ഒരു ഡോക്ടറിന്റെ മുന്നിലേക്ക് 2 വിധത്തിലുള്ള പരാതികളുമായിട്ട് 2 അമ്മമാർ ചെന്നു. ഒരു അമ്മയുടെ പരാതി, ഞങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഉറങ്ങാൻ കിടക്കുമ്പോ കുഞ്ഞ് മോൻ അതല്ലെങ്കിൽ മോള് ഞെട്ടി ഉണർന്നുകൊണ്ട് കരയും. രാവിലെ വരെ ഉറങ്ങൂല, രാവിലെ വരെ ഉറക്കമില്ല. അങ്ങനെയാണ് എന്റെ മകൻ അതല്ലെങ്കിൽ മകൾ. എല്ലാ ദിവസവും രാത്രി ഉറക്കമില്ല, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞെട്ടി ഉണരുകയാണ്, പേടിച്ചുണരുകയാണ്. ഒരുപാട് മരുന്നുകൾ കൊടുത്തു, ഒരു ഫലവുമില്ല. ഒന്നാമത്തെ ഉമ്മമാരുടെ പരാതി അതാണ്. 2-ാം വിഭാഗക്കാരായ ഉമ്മമാര് പറഞ്ഞത്, ഞങ്ങളുടെ മക്കൾ രാത്രി ഉറങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ഞെട്ടി ഉണരുന്നു എന്ന് മാത്രമല്ല, എന്തൊക്കെയോ ഭ്രാന്ത് പോലെയുള്ള അപസ്മാര സംബന്ധമായ അസുഖത്തിന്റെ വൈകല്യങ്ങൾ മക്കൾ കാണിക്കുന്നുണ്ട്, ഭ്രാന്ത് പോലെ കാണിക്കുന്നുണ്ട്. മുലകുടി പ്രായം പോലും പൂർത്തിയാകാത്ത മക്കളുടെ അവസ്ഥയെ കുറിച്ചാണ് ഡോക്ടർമാരോട് അമ്മമാര് പരാതി പറയുന്നത്. ഒന്നാമത്തെ പരാതി എന്താ? ഞങ്ങൾക്ക് ഉറക്കാൻ കഴിയുന്നില്ല, ഉറങ്ങുമ്പോൾ മകൻ ഞെട്ടി ഉണർന്നുകൊണ്ട് കരയാണ്. 2-ാമത്തെ അമ്മമാരുടെ പരാതി, കരയുന്നു എന്ന് മാത്രമല്ല
എന്തൊക്കെയോ ഭ്രാന്ത് പോലെ കളിക്കുകയാണ്. എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചോമന മക്കൾ. ഡോക്ടർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഗർഭിണിയായ സമയത്ത് നിങ്ങൾ TV നോക്കിയിരുന്നോ? നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കിയിരുന്നോ? അതെ, ഞങ്ങൾ ടൈം പാസിന് വേണ്ടി മൊബൈൽ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ സിനിമ കണ്ടിരുന്നോ? അതെ, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സിനിമ കണ്ട സമയത്ത്, നിങ്ങൾ TV നോക്കിയ സമയത്ത്, നിങ്ങളൊരു സിനിമ കാണുമ്പോ പെട്ടെന്ന് നിങ്ങൾ ഞെട്ടിയല്ലോ. എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോ പടച്ചോനെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഞെട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും സിനിമയിലൂടെ എന്തെങ്കിലും വേദനാജനകമായ അവസ്ഥകൾ കാണുമ്പോ പടച്ചോനെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഹൃദയം വേദനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണുമ്പോ നിങ്ങൾ വല്ലാതെ നൊമ്പരത്തോടുകൂടി അതിനെ നോക്കിക്കണ്ടിട്ടുണ്ട്. ആ ഷോക്കാണ് നിങ്ങളുടെ മക്കൾക്ക് കിട്ടിയത് എന്ന് ഡോക്ടർമാർ വിലയിരുത്തിയ സംഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് അസുഖം വരാത്ത അവസ്ഥ വേണമെങ്കിൽ 4-ാം മാസം മുതൽ കുട്ടികൾ എല്ലാം കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ആ സമയം ഖുർആനോദ നമ്മൾ സമയം കണ്ടെത്തണം. ആ സമയം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. പണ്ട് കാലത്തുള്ള ഉമ്മമാർ, ഗർഭിണികളായ സഹോദരിമാർ വീട്ടിൽ നിന്ന് സൂറത്തു മറിയം പാരായണം ചെയ്യാറുണ്ടായിരുന്നുവത്രേ.